ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യൻ പാസഞ്ചർ വാഹന വിപണിയിൽ പ്രീമിയം തരംഗം ശക്തമാകുന്നു. ചെറു കാറുകളോടും കോമ്പാക്ട് എക്സ്യുവികളോടുമുള്ള താൽപ്പര്യം കുറച്ച് ഇന്ത്യൻ ഉപഭോക്താക്കൾ ഇപ്പോൾ കൂടുതൽ വലിയ മിഡ് സൈസ് എക്സ്യുവികളിലേക്കാണ് ചുവടുമാറുന്നത്. വിപണിയിലെ പുതിയ ബിസിനസ് ട്രെൻഡുകളും സൂചിപ്പിക്കുന്നു. കൂടുതൽ സൗകര്യങ്ങൾക്കായി അധിക പണം മുടക്കാൻ ഇന്ത്യൻ ഉപഭോക്താക്കൾ മടിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ കണക്കുകൾ. കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ രാജ്യത്തെ മൊത്തം പാസഞ്ചർ വാഹന വിൽപ്പനയിൽ മിഡ് സൈസ് എസ്യുവികളുടെയും ക്രോസ് ഓവറുകളുടെയും വിപണി വിഹിതം 18.2% കുതിച്ചുയർന്നു. 2 വർഷം മുൻപ് വെറും 12.4% സ്ഥാനത്താണിത്. കഴിഞ്ഞ വർഷത്തെ ഇതേ പാദത്തിൽ ഇത് 15%. അതേസമയം 4 മീറ്ററിൽ താഴെയുള്ള കോമ്പാക്ട് എസ്യുവികളുടെ വിപണിയിൽ ഇടിവ് പ്രകടമാണ്. കഴിഞ്ഞ വർഷത്തെ ആദ്യപാദത്തിൽ 16.2% വിപണി വിഹിതം നിലവിൽ 14.6% കുറഞ്ഞു. സ്പേസിനും പ്രീമിയം ലുക്കിനും വിപണിയിൽ പ്രാധാന്യമേറുന്നു എന്നതിന്റെ തെളിവാണിത്. കുടുംബയാത്രകൾക്ക് അനുയോജ്യമായ വലിയ ക്യാബിൻ സ്പേസ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ഫീച്ചറുകൾ, പനോറമിക് സൺറൂഫ് എന്നിവയാണ് ഉപഭോക്താക്കളെ മിഡ് സൈസ് സെഗ്മെന്റിലേക്ക് ആകർഷിക്കുന്നത്. ഈ ഡിമാൻഡ് മുൻനിർത്തി വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ പുതിയ മിഡ് സൈസ് എഞ്ചിൻ എസ്യുവികൾ വിപണിയിലെത്തിക്കാൻ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ നിർമ്മാതാക്കൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഉപഭോക്താക്കളുടെ വരുമാന വർധനവും സുരക്ഷയ്ക്കുള്ള മുൻഗണനയും ഒത്തുചേരുമ്പോൾ ഇന്ത്യൻ വാഹന വിപണിയിലെ പ്രീമിയമൈസേഷൻ ട്രെൻഡിന്റെ മുഖ്യ ചാലകശക്തിയായി മിഡ് സൈസ് എസ്യുവികൾ മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ പ്രീമിയം ലക്ഷറി വാഹന വിപണിയിൽ ഇലക്ട്രിക് വിപ്ലവത്തിന് വേഗത കൂട്ടാൻ ജർമ്മൻ വാഹന ഭീമന്മാരായ BMW ലക്ഷ്യമിടുന്നു. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിലെ ആകെ വിൽപ്പനയുടെ 30% ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റാനാണ് കമ്പനിയുടെ പുതിയ തീരുമാനം. ഇന്ത്യൻ ആഡംബര കാർ വിപണിയിൽ ഇലക്ട്രിക് കാറുകൾക്ക് പ്രിയമേറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് BMW നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ കമ്പനിയുടെ ആകെ വിൽപ്പനയുടെ 26% ഇലക്ട്രിക് വാഹനങ്ങളാണ്. കഴിഞ്ഞ വർഷം ഇത് 21% മാത്രമായിരുന്നു. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം EV വിൽപ്പനയിൽ 78% വൻ വർധനവാണ് BMW ഗ്രൂപ്പ് ഇന്ത്യ രേഖപ്പെടുത്തിയത്. അതായത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസത്തിനിടെ മാത്രം 2359 ഇലക്ട്രിക് വാഹനങ്ങൾ കമ്പനി ഇന്ത്യൻ നിരത്തുകളിലെത്തിച്ചു. ലക്ഷ്യം കൈവരിക്കുന്നതിനായി തങ്ങളുടെ ജനപ്രിയ മോഡലായ BMW i5 LWB ഇന്ത്യയിൽ തന്നെ ലോക്കൽ അസംബ്ലി ചെയ്ത് വിപണിയിലെത്തിക്കാനും കമ്പനി ആലോചിക്കുന്നുണ്ട്. ഇത് വാഹനങ്ങളുടെ വില കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ആഗോളതലത്തിലെ ഇന്ധനവില വ്യതിയാനങ്ങളും ഗുണഭോക്താക്കൾക്കിടയിൽ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളോടുള്ള താൽപര്യം വർദ്ധിച്ചതുമാണ് ഈ മുന്നേറ്റത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട്. മറ്റ് പ്രമുഖ ലക്ഷറി ബ്രാൻഡുകളായ മെഴ്സിഡസ് ബെൻസ്, ഔഡി എന്നിവയുമായുള്ള മത്സരത്തിൽ EV വിപണിയിൽ വ്യക്തമായ മേധാവിത്വം നേടാൻ BMW ഈ പുതിയ നീക്കം സഹായിക്കുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിലെ തങ്ങളുടെ മേധാവിത്വം ശക്തമാക്കാൻ പ്രമുഖ ആഗോള ബ്രാൻഡായ വിവോ പുതിയ 5G സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുന്നു. വിവോ T സീരീസിലെ ഏറ്റവും പുതിയ മോഡലായ വിവോ T5 5G ഉടൻ വിപണിയിലെത്തുമെന്ന സൂചനകൾ പ്രമുഖ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഫ്ലിപ്കാർട്ട് ഔദ്യോഗികമായി പുറത്തുവിട്ടു. മിഡ് പ്രീമിയം സ്മാർട്ട് ഫോൺ വിഭാഗത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് വിവോ T5 5G ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഫോണിന്റെ കൃത്യമായ ലോഞ്ച് തീയതി കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇതിനോടകം തന്നെ ഫ്ലിപ്കാർട്ടിൽ ഇതിനായി പ്രത്യേക പേജ് തയ്യാറായി കഴിഞ്ഞു. പുറത്തുവരുന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഈ സെഗ്മെന്റിലെ ഏറ്റവും കനം കുറഞ്ഞ 3D കവേർഡ് ഡിസ്പ്ലേയുമായാണ് ഫോൺ വിപണി പിടിക്കാൻ എത്തുന്നത്. വെറും 0.799 സെന്റിമീറ്റർ മാത്രമാണ് ഈ ഹാൻഡ്സെറ്റിന്റെ കനം. AI സാങ്കേതികവിദ്യ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന Gen AI റെഡി NPU ശേഷിയും ഇതിന്റെ പ്രധാന സവിശേഷതയാണ്. ഇന്ത്യൻ വിപണിയിലെ വിലയെ സംബന്ധിച്ചും ടീസറിലൂടെ വിവോ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. 34,999 രൂപ മുതൽ 49,999 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും വിവോ T5 5G ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക. ആൻഡ്രോയിഡ് അധിഷ്ഠിതമായ വിവോയുടെ സ്വന്തം ഒറിജിൻ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. നിലവിൽ വിപണിയിലുള്ള OnePlus, Realme തുടങ്ങിയ മുൻനിര ബ്രാൻഡുകളുടെ 40,000 രൂപയ്ക്ക് താഴെയുള്ള പ്രീമിയം ഫോണുകളോടായിരിക്കും വിവോ T5 നേരിട്ട് മത്സരിക്കുക. വരാനിരിക്കുന്ന ഉത്സവ സീസണിന് മുന്നോടിയായി വിവോ നടത്തുന്ന ഈ വിപണി മുന്നേറ്റം കമ്പനിയുടെ വരുമാനത്തിൽ വലിയ വളർച്ച ഉണ്ടാകുമെന്നാണ് ടെക് ബിസിനസ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.